ഓണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കടലപ്പായസമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം. അതിനുശേഷം ഒരു കുക്കറിൽ കടലപ്പരിപ്പും വെള്ളവും ചേർത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വെക്കണം. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ചട്ടിയിൽ കുറച്ച് ശർക്കര എടുത്ത് പൊട്ടിച്ച് മാറ്റണം. ഇനി കുക്കർ മാറ്റി ഈ ചട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ആ ഉരുക്കിയ ശർക്കര നല്ലൊരു അരിപ്പെടുത്ത് അരിച്ചെടുക്കാം. ഇനി ഒരു ജാറിൽ ചിരകിയ തേങ്ങയും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് ഒന്ന് വറുക്കാം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇനി അതേ പാത്രത്തിൽ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മൂന്നാം പാലൊന്ന് ഒഴിച്ച് കുറച്ചൊന്ന് ഇങ്ങനെ ഇളക്കാം. ഇനി അത് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ഇതും കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച ചവ്വരിയും ചേർത്ത് ഒന്നാം പാലും കൂടെ നമുക്ക് ഒഴിക്കാം. ഇത് ഏലക്ക പൊടിച്ചതാണ്, പൊടിച്ച് വെച്ച ഏലക്കയാണ്. ഇതും കൂടെ നമുക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റത്തെ പരിപാടി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടല പായസം റെഡിയായി. ഓണസദ്യയുടെ ഒക്കെ കൂടെ പിടിക്കാൻ പറ്റിയ ഒരു കിടിലൻ സാധനമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.